സഹൃദയരായ കലാസ്നേഹികളെ, ചിറക്കൽ സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ ഇടവക ദിനത്തോടനുബന്ധിച്ച് 2ാം വാർഡായ സെന്റ് ജോസഫ് യൂണിറ്റ് അണിയിച്ചൊരുക്കുന്ന സ്വർഗത്തിലെ ഒരു നാൾ എന്ന കൊച്ചു നാടകത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സമകാലിക സംഭവങ്ങളും ചിറക്കൽ ഇടവക ദേവാലയത്തിൻ്റെ പള്ളി നിർമ്മാണത്തെപ്പറ്റിയും സ്വർഗത്തിൽ ചർച്ച ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ദൃശ്യാവിഷ്കരിക്കുന്നു. രചന സംവിധാനം മാർട്ടിൻ ജോസ്, എഡിറ്റിംഗ് ലിജോ ജോണി. രംഗത്ത് ദൈവം ലിജോ ജോണി, യൗസേ പിതാവ് ആൻഡോ മാളിയേക്കൽ, മറിയം മേരി ആൻഡോ, വിശുദ്ധ പത്രോസ് സ്ലീഹ സൈമൺ ആന്റണി, വിശുദ്ധ യാക്കോബ് സ്ലീഹ ജോയ് കൊമ്പൻ, വിശുദ്ധ അന്തോണീസ് റിജോ ജോസ്, വിശുദ്ധ തോമസ് ലീഹ കൊച്ചു ദേവസ്യ, ദുബായ് വിശുദ്ധൻ പോൾസൺ ടി എൽ, വിശുദ്ധ മദർ തെരേസ ലിസി ജോണി, വിശുദ്ധ അൽഫോൺസാമ മേരി മാഞ്ഞൂസ്, വിശുദ്ധ കാർലോസ് അക്വിറ്റിസ് ഫ്രെഡി വിൽസൺ, CKL പൗലോസ്, മാർട്ടിൻ ജോസ്, CKL മോണിക്ക, ജൂലിയ ജോയ്, കൂടാതെ CKL വിശുദ്ധരായി എഫി ബാബു, ലിസി ആന്റണി, ഷൈനി ആൻഡോ, ആഗ്നസ് കൊച്ചു ദേവസി, ലിറ്റി സൈമൺ, കൂടാതെ കൊച്ചുമാലാകമാരായി എസ്തർ, ഇവാന, എമിലി. ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയ ജിൻഡോവജനെ നന്ദിയോടെ ഓർത്തുകൊണ്ടും നിങ്ങളുടെ എവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കട്ടെ. സ്വർഗത്തിലെ ഒരു നാൾ. ദാ ഒരു ചുള്ളൻ സ്വർഗത്തിലേക്ക് വഴിതെറ്റി വന്നിരിക്കുന്നു. ഡാ, നീ ആരാണ് ദൈവമില്ലാത്ത സമയത്ത് സ്വർഗത്തിൽ ചാടിക്കയറിയത്? നമ്മളിവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ കഴുത്തിൽ കയറിട്ട് തലയാട്ടി നടക്കുന്നു. ഞാൻ കാർലോ അക്വിറ്റോസ്, വിശുദ്ധ കുർബാനിയെ ഒരുപാട് സ്നേഹിച്ച പുതിയ കാലഘട്ടത്തിലെ ന്യൂജൻ വിശുദ്ധൻ. ഇത് കയറല്ലാട്ടാ, ഹെഡ്സെറ്റാ. അറിയാം, പുതിയ സൈബർ അപ്പോസ്തലൻ. മൊബൈൽ, നെറ്റ് എന്നിവയിലൂടെ ദൈവത്തെ ലോകത്തിനറിയിച്ചവൻ. കയ്യിലെന്താണ്? പ്രാർത്ഥനാ പുസ്തകമാണോ? ഇത് ബുക്കല്ല, ടാബാണ്. ഇതിലെല്ലാം അറിയാം, കാണാനും കഴിയും. ടാബാ? ഇതിൽ കടലിലെ മീൻ എവിടെയാണുള്ളതെന്ന് അറിയാൻ പറ്റുമോ? എന്റെ യാക്കോബേ, സ്വർഗത്തിലെത്തിയിട്ടും കടലിലെ മീന്റെ കാര്യം മറന്നിട്ടില്ല അല്ലേ? അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, ഡിന്നറിനുള്ള മീൻകറി എന്തായാവോ? എല്ലാം അറിയാം. മീനും കടലും കരയും മലകളും റോഡുകളും പള്ളികളും എല്ലാം അറിയാനും കാണാനും പറ്റും. എന്നാൽ എന്റെ മകൻ എവിടെയാണെന്ന് ഒന്ന് നോക്കി പറഞ്ഞേ. ദാ അവിടെ പെരുമ്പാവൂർ പള്ളിയുടെ അടുത്ത്. എന്താ അവിടെ ഭയങ്കര ബഹളം? വിട്ടുതരില്ല വിട്ടുതരില്ല പള്ളിയും മതിലും വിട്ടുതരില്ല, വിട്ടുതരില്ല വിട്ടുതരില്ല പള്ളിയും മതിലും വിട്ടുതരില്ല. അവരെന്താ പറയുന്നേ? പള്ളി വിട്ടുതരില്ലെന്നോ? അപ്പോൾ അവർക്ക് എന്റെ മകനെ വേണ്ട അല്ലേ? അതെന്താ അവിടെ വലിയൊരു ആൾത്തിരക്ക്? ഒരു കൽക്കുരിശും കാണുന്നുണ്ടല്ലോ. ഞാൻ CKL പൗലോസ്. അത് ചിറക്കൽ പള്ളിയുടെ കൽക്കുരിശാണ്. അവിടെ ഇന്ന് ഇടവക ദിനമാണ്. CK പൗലോസോ? അതെന്താ അങ്ങനൊരു പേര്? അത് പൗലോസ്ലീഹ ഉള്ളതുകൊണ്ട് പേര് വിളിക്കുമ്പോൾ തെറ്റണ്ടെന്ന് പറഞ്ഞ് ദൈവമിട്ട പേരാണ് CKL പൗലോസ്. എന്റെ പേര് CKL മോണിക്ക. മാത്രമല്ല, ചിറക്കൽ നിന്ന് കുറെ വിശുദ്ധർ വേറെയും ഉണ്ട് ഇവിടെ. ചിറക്കൽക്കാര് കൊള്ളാലോ. അവിടെ നിന്ന് എന്താ ഇത്ര വിശുദ്ധർ സ്വർഗത്തിൽ വരാൻ കാരണം? അത് 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം നിന്നെപ്പോലെ ചുള്ളനായ ഒരു നവവൈദികൻ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ ചിറക്കൽ പള്ളി വികാരിയായി ചാർജ് എടുത്തു. അന്നു മുതൽ തുടങ്ങിയതാ ഈ മാറ്റം. പുതിയ പള്ളി കൊള്ളാലോ. ഈ പള്ളി പണിയാൻ ഒരുപാട് രൂപയെ കാണൂല്ലേ? ദൈവം അറിയണ്ട, 5 കോടി രൂപയായി. മുഴുവൻ കട ആയിരിക്കൂലേ?
നല്ല കാര്യായി. 1 രൂപ പോലും കടയില്ലാട്ടാ. എന്നാൽ വല്ല ഡ്യൂട്ടി ഫ്രീ അടിച്ചു കാണും ചിറക്കൽക്കാർക്ക്. അതാരാ പറഞ്ഞത്? ഞാൻ ദുബായിൽ നിന്നുള്ള ഒരു വിശുദ്ധനാ. എന്നാൽ ചിറക്കക്കാര് എല്ലാ പള്ളികളിലും നിരങ്ങി കാണൂലേ? ഇല്ലാന്നേ, ഒരു പള്ളിയുടെയും തിണ്ണനിറങ്ങിയില്ല ചിറക്കൽക്കാര്. അല്ല, ചെറുക്കക്കാര് പിശുകന്മാരെന്നാണ് അറിവ്. അത് പണ്ടായിരുന്നു. ടോമിച്ചൻ വന്ന് വൈദിക മന്ദിരവും പുലിക്കോട്ടച്ചന്റെ സമയത്ത് ഷോപ്പിംഗ് മാളും പണിതോടുകൂടി ആ പേര് ദോഷം ഞങ്ങൾ അങ്ങോട്ട് മാറ്റി. ജോൺ പോളച്ചന്റെ കൂടെ ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു, പൈസയുടെ കാര്യത്തിലും ശ്രമദാനത്തിലും. ശ്രമദാനമോ? അതേന്നേ, രാത്രിയായാൽ ഇടവകക്കാരെല്ലാവരും വന്ന് പള്ളിയുടെ കട്ടപ്പണിക്കും വാർപ്പിനും എല്ലാം കൂടും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പള്ളിപ്പണിയുടെ സമയത്ത് രാത്രി അവിടെ പുകയും ആൾക്കൂട്ടവും ഗ്ലാസിൽ മറ്റേ സാധനവും ഞാൻ കണ്ടിരുന്നു. ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പത്രോസ്ലിഹേ, അങ്ങനെ പറയരുത്. അത് ശ്രമദാനത്തിന് വരുന്നവർക്ക് ഭക്ഷണവും കട്ടൻ ചായയും കൊടുക്കണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. കൂട്ടത്തിൽ വയസ്സായവർ പഴയ പള്ളിയിലിരുന്ന് കൊന്തയും ചൊല്ലിയിരുന്നു. അത് മാതാവിനോട് ചോദിച്ചാൽ അറിയാം. അത് ശരിയാ പത്രോസേ. അതിനുള്ള അനുഗ്രഹം ഞാൻ ചിറക്കൽക്കാർക്ക് നൽകിയിട്ടുമുണ്ട്. പള്ളിപ്പണിയുടെ സമയത്ത് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് തർക്കമുണ്ടായത് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തർക്കമല്ലായിരുന്നു, പള്ളിപ്പണിക്ക് മുന്നോടിയായി നടത്തിയ സ്നേഹനിധിയുടെ സമ്മാന നറുക്കെടുപ്പായിരുന്നു. അപ്പോൾ ചിറക്കൽക്കാരുടെ കുറ്റങ്ങൾ എഴുതിയതെല്ലാം ബുക്കിൽ നിന്ന് വെട്ടാം അല്ലേ? ചെറുക്കൽക്കാർ ഇത്ര വലിയ പള്ളിയും പാർക്കിങ്ങും ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് ഇടവകയിലെ അച്ഛന്റെയും ബാബുച്ചേട്ടന്റെയും ആൻഡുച്ചേട്ടന്റെയും നേതൃത്വത്തിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കമ്മിറ്റിയും ഇടവകക്കാരും പിന്നെ ഈ വിശുദ്ധ അന്തോണിസ് പുണ്യാളന്റെ സഹായവും ഒന്നുകൊണ്ട് മാത്രം. എന്നാലും പള്ളിപ്പണി കഴിഞ്ഞ് കണക്കിന്റെ പേരിൽ ഒരടി എന്തായാലും ഉണ്ടായി കാണും. ഇല്ലാന്നേ, അതൊരു ജോസേട്ടന്റെ കയ്യിൽ കറക്റ്റ് ആയിരുന്നു. എന്നാൽ ചിറക്കക്കാര് പൊരിച്ചുട്ടാ. 7 വർഷം കഴിഞ്ഞ് ജോൺ പോളച്ചൻ തൃക്കൂർക്ക് മാറിപ്പോയപ്പോൾ ഞങ്ങൾ ശരിക്കും കരഞ്ഞൂട്ടാ. കാരണം ഞങ്ങളുടെ ചങ്കായിരുന്നു അച്ഛൻ. പുതിയ യുഗത്തിലെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് വഴി അച്ഛൻ എല്ലാവരെയും കയ്യിലെടുത്തിരുന്നു. അച്ഛൻ്റെ ഒരു വെളിപ്പുറത്ത് യുവാക്കളും യുവതികളും എന്നു വേണ്ട പ്രായമായവരും കുട്ടികളും എല്ലാവരും തന്നെ പള്ളിപ്പണിക്ക് ക്യൂ നിന്നിരുന്നു. പിന്നെ ദിവസവും കാലത്ത് ബർത്ത്ഡേ വിഷസ്, വിവാഹ വാർഷിക ആശംസകൾ എന്നിവയിലൂടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിരുന്നു. പുതിയ പള്ളിയിലെ ശുശ്രൂഷയാകാൻ ആർക്കാ ഭാഗ്യം ലഭിച്ചത്? അത് ആന്റണി ചേട്ടൻ തന്നെ. ഇപ്പോൾ ആരാ ചെറുക്കിലെ പുതിയ വികാരി? അതോ നമ്മുടെ ജിൻഡു അച്ഛൻ. അപ്പോൾ ജിൻഡോ അച്ഛൻ ചിറക്കൽ പള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ? ചെയ്തില്ലെന്നോ? അച്ഛൻ വന്ന വശം പള്ളിയുടെ മുകളിലേക്കും താഴേക്കും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ചുറ്റും നോക്കി കൈക്കാരന്മാരോടൊരു ചോദ്യം, എവിടെ നമ്പർ? ഏത് ഫോൺ നമ്പറോ? അല്ലെന്നേ, അത് പഞ്ചായത്തിൽ നിന്ന് പള്ളിക്ക് കിട്ടേണ്ട ഒരു നമ്പറായിരുന്നു. അതില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനുവേണ്ടി അച്ഛൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കട്ടക്കിറങ്ങി ഔസേപിതാവിന്റെ കാൽക്കൽ മുറുകെ പിടിച്ചു. അതാ മേരി, കുറച്ചുനാൾ സ്വർഗത്തിൽ എനിക്ക് നടക്കാൻ പറ്റാതിരുന്നല്ലേ? അത് ശരിയാ. വർഷങ്ങളായി നമ്പർ കിട്ടാത്ത പല പള്ളികളും ഇപ്പോഴുമുണ്ട്. 3 മാസത്തിനുള്ളിൽ മാർച്ച് 19 വിശുദ്ധ ഔസേപിതാവിന്റെ കൊറ്റങ്കോട് കപ്പേള തിരുനാൾ ദിവസം അതും അച്ഛൻ ഇടവയ്ക്ക് വാങ്ങി തന്നു. ഇനിയും ചെറുക്കിൽ നിന്ന് വിശുദ്ധർ ഒരുപാടുണ്ടാകും. മതബോധനവും അൾത്താര ശുശ്രൂഷകളും അത്രയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. കാർലോ വിശുദ്ധന്റെ പിൻഗാമിയാണ് ജിൻഡോ അച്ഛൻ. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും കുമ്പസാരിപ്പിക്കുവാനും കുർബാനയ്ക്ക് കൊടുക്കുവാനും അച്ഛൻ രോഗികളുടെ വീട്ടിൽ വരും. പിന്നെ ഒരു കാര്യമുണ്ട് പത്രോസ്ലിഹായെ, ഇനി വരുന്ന ചിറക്കൽ വിശുദ്ധർക്ക് താഴെ ഇരിക്കാൻ പറ്റില്ലാട്ടാ. അതെന്താ?
അത് പിന്നെ ചിറക്കൽ പള്ളിയിലുള്ള എല്ലാവരും ബെഞ്ചിലിരുന്നല്ലേ ശീലമുള്ളൂ. സംസാരിച്ചിരുന്ന് നേരം പോയതറിഞ്ഞില്ല. ഇപ്പോൾ സമയം 8:30. 8:30 ഇവിടെ ഭക്ഷണ സമയം, 9 മണിക്കാണ്. അതല്ലെന്നേ, 8:30 ഒരു പരിപാടി നാട്ടിലുണ്ട്. അതിവിടെ ഈ ടാബിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ ദൈവസന്നിധിയിൽ പോകണം. അവിടെ കുറെ നേരം ഇരിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവേ, ഇന്ന പ്രശ്നം ഇന്ന കാര്യം പത്രോസേ, എവിടെയെന്ന് ദേവാലയ ശുദ്ധീകരണത്തിന് ഞാൻ ഉപയോഗിച്ച ചാട്ടവാർ? ഇവിടെ എല്ലാവരും സീരിയൽ കണ്ടിരിക്കുന്നല്ലോ. ഞാൻ ഇവിടെ ഉണ്ട് കർത്താവേ. നീയും പത്രോസേ ഇവരുടെ കൂടെ? അന്നു നീ എന്നെ തള്ളി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി നീ എന്നെ... ദൈവമേ, ഇത് സീരിയൽ ഒന്നുമല്ല, ഞായറാഴ്ചത്തെ അട്ടപ്പാടിയിലെ അഭിഷേകാഗ്നി ശുശ്രൂഷയാണ്. ഓ, അത് ശരി. എന്നാൽ ഞാനും കൂടെ കൂടാട്ടോ പത്രോസേ. ആധുനിക യുഗത്തിന്റെ നല്ലതിനെ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, പാപത്തിലേക്ക് നയിക്കുന്നതിനെ ദൂരെ എറിയുക. നന്ദി.